പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 14-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച്, അവിടുത്തെ മനുഷ്യാവതാരം, അവിടുത്തെ പീഡാസഹനം, അവിടുത്തെ കുരിശുമരണം, ഉദ്ധാനം ഒക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് കടന്നു പോകുന്ന ദിനങ്ങളിൽ ഇന്ന് പ്രകാശത്തിന്റെ 4-ാം ദിവ്യരഹസ്യത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടതിനെ കുറിച്ച് പ്രിയ മക്കളെ നിങ്ങൾ ധ്യാനിക്കുവിനെന്ന് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. എന്തൊരു പ്രകാശപൂരിതമായ ദൈവത്തിന്റെ മഹത്വം ശിഷ്യന്മാര് ദർശിച്ച ആ ഒരു സമയം. പ്രിയമുള്ളവരെ, ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നത് നിയമത്തിന്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ്. പഴയ നിയമത്തിലെ നിയമ പുസ്തകങ്ങൾ നൽകപ്പെട്ടത് മോശ വഴിയാണ്. പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളുടെ ഒക്കെ മുന്നിൽ നിൽക്കുന്നത് ഏലിയ പ്രവാചകനാണ്. ഈശോ ആ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടപ്പോൾ അവിടെ മോശയും ഏലിയായും ഈശോയോട് സംസാരിക്കുന്നതായി അവിടുത്തെ ശിഷ്യന്മാര് ദർശിച്ചു. കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അടയാളമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇപ്രകാരം സ്വരം കേട്ടു: ഇവൻ എന്റെ പ്രിയപുത്രനാണ്, നിങ്ങൾ ഇവനെ ശ്രവിക്കുവിൻ. ഈശോ ദൈവപുത്രനാണ് എന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് അന്ധകാരത്തിൽ ആണ്ടുപോയ ഈ ലോകത്തെ അവിടുത്തെ മനുഷ്യാവതാരത്തിലൂടെ, അവിടുത്തെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും അവിടുന്ന് പ്രകാശപൂരിതമാക്കി മഹത്വത്തിലേക്ക്, രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ കർത്താവ് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നത് വഴി, അവിടുത്തെ വചനങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നത് വഴി അവിടുത്തെ രക്ഷയുടെ പ്രകാശത്തിന്റെ മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. നമ്മുടെ ഈ ജീവിതത്തില് നമ്മൾ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ കുരിശു മരണത്തിനും, കുരിശു വഹിച്ചുകൊണ്ട ജീവിതത്തിനപ്പുറത്തൊക്കെ മഹത്വത്തിന്റെ ഒരു ജീവിതം ഉണ്ട് എന്നുകൂടി ഈ വചനഭാഗം, ഈ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഈ തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കാം. കർത്താവ് അവിടുന്ന് ദൈവപുത്രനാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനുത്തരം പത്രോസാണ് കൊടുത്തത്: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ദൈവപുത്രനാണ്, ലോകത്തെ രക്ഷിക്കാനായിട്ട് വന്നവനാണ്. അങ്ങയുടെ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും, എന്റെ ജീവിതത്തിൽ നല്ല നേരത്തെന്ന പോലെ എന്റെ ജീവിതത്തിൽ സഹനത്തിന്റെ അവസരത്തില്, രോഗങ്ങളുടെ അവസ്ഥയില് ഞാൻ കുരിശെടുക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് നല്ല നിയോഗത്തോടെ കുരിശുകളെ ഏറ്റെടുക്കുമ്പോൾ അതിനപ്പുറത്ത് ദൈവം എനിക്കായിട്ട് ഒരുക്കിയിട്ടുള്ള മഹത്വമുണ്ട്, സ്വർഗമുണ്ട്. ഈ സ്വർഗത്തിന്റെ ആ അവകാശികളായിട്ട് നമ്മൾ മാറാൻ പ്രിയമുള്ളവരെ നല്ല നിയോഗത്തോടുകൂടെ ഈ കുരിശുകളെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവ്യരഹസ്യത്തെ കുറിച്ച് നമുക്ക് ആഴമായിട്ട് ധ്യാനിക്കാം. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനവിടുന്ന് തിരഞ്ഞെടുത്തത് കുരിശിന്റെ വഴിയാണ്. കാരണം പാപത്തിന്റെ അടിമത്തത്തില് ആയിപ്പോയ സ്വന്തം ദൈവമക്കളെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് ബലിയായിട്ട് മാറി. അവിടുന്ന് സ്വന്തം ജീവൻ നമുക്ക് തന്നു. ആ ജീവന്റെ സമൃദ്ധി തന്റെ മക്കൾ ഓരോ ദിവസവും ആസ്വദിക്കണമെന്നും ആ ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കണമെന്നും, വീണ്ടും പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകാതെ ദൈവത്തിന്റെ മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്. ദൈവം നമുക്ക് നൽകിയ മാമോദീസായിൽ നൽകിയ ദൈവിക ഛായ നഷ്ടപ്പെട്ടു പോകാതെ പ്രകാശപൂരിതരായി ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും ഈ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ സാന്നിധ്യത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ജീവിതം മുഴുവനിലൂടെയും മറ്റുള്ളവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക്, ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തുവാൻ
നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.